നമസ്കാരം. എന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ഐശ്വര്യ ആർ, 20 വയസ്സ്, മൂലം നക്ഷത്രം. ഈ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് BE കമ്പ്യൂട്ടർ സയൻസ് ആണ്, PST കോളേജ് ഓഫ് ടെക്നോളജി കോയമ്പത്തൂർ. ആ കുട്ടി വർക്ക് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഒരു റെപ്യൂട്ടഡ് പ്രൈവറ്റ് കമ്പനിയിലാണ്, ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ബിസിനസ്സാണ് ഈരോഡ്, അമ്മ ഹൗസ് വൈഫാണ്. ഒരു ബ്രദർ അർജുൻ. ഇവർ ഈരോടാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പാലക്കാട് സ്വദേശികളാണ്. ഈ കുട്ടിയുടെ ഹൈറ്റ് വന്നിട്ട് 156 സെൻറ്റിമീറ്റർ, 50 kg. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഐശ്വര്യ ആർ, മൂലം നക്ഷത്രം, 25 വയസ്സ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് സബ്ജക്റ്റ്, കോയമ്പത്തൂരിൽ നിന്ന്. ഇപ്പോൾ ചെന്നൈയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു റെപ്യൂട്ടേഷനിൽ. ഒരു ബ്രദർ, അച്ഛൻ, അമ്മ. അച്ഛൻ ബിസിനസ്സാണ് ഈരോഡ്. ഇവരിപ്പോൾ താമസിക്കുന്നത് ഈരോടാണ്. പാലക്കാടും ഈരോടും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. പാലക്കാട്ടുകാരാണ് അവർ ബേസിക്കലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐശ്വര്യയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളൂരാട് മണിൽ ബന്ധപ്പെടുക. ഞാൻ ഡീറ്റെയിലുകളൊക്കെ തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന പോലെ തന്നെ കല്യാണം വേണം എന്ന് തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനും അമ്മയും കല്യാണക്കുട്ടിയായിട്ട് നന്നായിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണ് ആവശ്യങ്ങൾ, എത്ര ഹൈറ്റ് വേണം, എത്ര പഠിപ്പുണ്ടാവണം, ജോലി എവിടെയായിരിക്കണം, ഏത് ലൊക്കേഷനിൽ നമുക്ക് പോകാൻ പറ്റുമോ, ഈ വക കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മകളുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ പാരൻസുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കഴിയാവുന്നത്ര കുട്ടികളായിട്ട് സംസാരിക്കുക. അതിനുശേഷം പ്രൊഫൈല് ഏതെങ്കിലും മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ജാതക വർത്തമാനങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ജ്യോതിഷം അറിയില്ലെങ്കിൽ, ജ്യോതിഷം പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ജ്യോതിഷ വർത്തമാനം പറയാതിരിക്കുക. അറിയില്ല എന്ന് പറയുക എന്ത് ചോദിച്ചു കഴിഞ്ഞാലും. ഏത് പ്രൊഫൈൽ വന്നു കഴിഞ്ഞാലും ജ്യോതിഷനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. ഹോറോസ്കോപ്പ്. ഒരു ജ്യോതിഷൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ഉടനടി വിളിച്ചു പറയരുത് അവർ ചേരില്ല കേട്ടോ, ജാതകം ചേരില്ല എന്ന് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും 3-4 പണിക്കരടുത്തെങ്കിലും പോയി ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് പറയുകയാണ് അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഇന്ന ജ്യോതിഷൻ പറഞ്ഞാൽ മാത്രമേ ഞാൻ കേൾക്കുള്ളൂ, അവർ പറഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. അപ്പോൾ ഇതുമ്പോഴൊന്നും ഒരു മുൻവിധി നടത്താതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും മംഗളാശംസകൾ. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ.